Plant Sapiens. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതേപോലെ തന്നെ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനും അവ രണ്ടും തമ്മിലുള്ള മെയിൻ വ്യത്യാസം ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. ഇത് സെറ്റ് എക്സാമിന് ആയിക്കോട്ടെ ഡിഗ്രിക്ക് ആയിക്കോട്ടെ ഇവൻ +2ലും എല്ലാം അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഈ ഒരു സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിന്റെ ലൈറ്റ് റിയാക്ഷനിൽ വരുന്ന ATP സിന്തസിസിലൊക്കെ വരുന്ന ഒരു സ്റ്റെപ്പാണ് ഈ ഒരു സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സിന് സൈക്ലിക് എന്ന് പേര് പറഞ്ഞിട്ടുണ്ടാവുക? ഇവിടെ ഒരു സൈക്കിൾ ആയിട്ടുള്ള, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ അതെങ്ങനെയാണ് നോക്കാം. ആസ് യൂഷ്വൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് എവിടെയാണ് ഈ ഒരു സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ നടക്കുന്നത് എന്നാണ്. ഇത് നടക്കുന്നത് സ്ട്രോമാ ലമെല്ലയിലാണ്. ഓക്കെ, സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ നടക്കുന്നത് സ്ട്രോമാ ലമെല്ലയിലാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി PS1. അതായത് നമ്മൾ നോൺ സൈക്ലിക് പറയുമ്പോൾ അവിടെ ഫോട്ടോസിസ്റ്റം 1 ഉണ്ട്, ഫോട്ടോസിസ്റ്റം 2 ഉണ്ട് അല്ലേ? പക്ഷേങ്കിൽ സൈക്ലിക്കിൽ ഫോട്ടോസിസ്റ്റം 1 മാത്രമേ ഉള്ളൂ, അവിടെ 2ഉം ആബ്സെന്റ് ആണ്. അതുകൂടാതെ NADP റിഡക്റ്റേസും ആബ്സെന്റ് ആണ്. അതായത് NADPH ഉണ്ടാക്കുന്ന എൻസൈമിന്റെ പേരാണ് NADP എന്ന് പറയുന്നത്. ആ എൻസൈമും ഇവിടെ ആബ്സെന്റ് ആണ്. PS2ഉം NADP റിഡക്റ്റേസും നമ്മുടെ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷനിൽ ആബ്സെന്റ് ആണ്. സോ ഇതാണ് നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ഒരു പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫോട്ടോസിസ്റ്റം 1 ആയിരിക്കുമ്പോൾ തന്നെ അവിടെ റിയാക്ഷൻ സെന്റർ എന്തായിരിക്കും? P700 ആണ് കേട്ടോ. ഫോട്ടോസിസ്റ്റം 1 ആണ്, P700. ആസ് യൂഷ്വൽ ഈ ഒരു ക്ലോറോഫിൽ എന്ന് പറയുന്നത് ലൈറ്റിൽ നിന്നും 700 നാനോമീറ്ററിൽ സണ്ണിൽ നിന്നും 700 നാനോമീറ്ററിൽ നമ്മുടെ ലൈറ്റ് അബ്സോർബ് ചെയ്യണം. ഓക്കെ, അബ്സോർബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യുക? ഇലക്ട്രോൺ ആക്സെപ്റ്റർ, അതായത് ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആകും. ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയിട്ട് ഒരു ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യും. അവിടെ ആരാണ് അവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ? ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഇവിടെ നിന്ന് ജമ്പ് ചെയ്ത ഇലക്ട്രോൺസിനൊക്കെ ആക്സെപ്റ്റ് ചെയ്തു. ആസ് യൂഷ്വൽ അവ എങ്ങോട്ടേക്കാണ് പോകുന്ന? ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് പോകും. ഈ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് പോകുമ്പോഴാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവിടെ ഒരു ATP സിന്തസിസ് നടന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ ഇവിടെയും ആസ് യൂഷ്വൽ ഇവിടെയും എന്തുണ്ടാകുന്നുണ്ട്? ഒരു ATP ഉണ്ടാകുന്നുണ്ട്. ATP ഏതിൽ നിന്നാണ് ഉണ്ടാകുക? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഉണ്ടാകുന്നത് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റിൽ നിന്നാണ്. ഓക്കെ, ATP ADPയുടെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി കൂട്ടിച്ചേർന്നിട്ട് ATP ഉണ്ടാകും. എവിടെയാണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് എത്തുമ്പോഴാണ് കേട്ടോ. ഇനി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നേരെ താഴോട്ടേക്ക് തിരിച്ച് PS1ലേക്ക് തന്നെയാണ് എത്തുന്നത്. സൈക്കിൾഡ് ബാക്ക് ടു PS1 ത്രൂ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. അവിടെ PS2ലേക്ക് ഒന്നും പോകുന്നില്ല, നേരെ തിരിച്ചു വരുന്നു. സോ അതിനെയാണ് ഈ ഒരു ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഇവിടെ സൈക്ലിക് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ആണ്. അതുകൊണ്ടാണ് ഈ ഒരു പേര് വന്നത്. ഇവിടെ ATP സിന്തസിസ് നടക്കുന്നുണ്ട് അല്ലേ? പക്ഷേങ്കിൽ ഏതിന്റെ സിന്തസിസ് നടക്കുന്നില്ല. സോ അത്രയാണ് ഉള്ളത്. അവിടെ ഈ ഒരു 2 സൈക്കിളും കമ്പയർ ചെയ്തിട്ട് വേണം പഠിക്കാൻ. ATP എവിടെയൊക്കെ സിന്തസൈസ് ചെയ്യുന്നു, ഇതിലാണ് NADP ഉള്ളത്, അല്ലെങ്കിൽ ഏതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, എന്തുകൊണ്ടാണ് അത് സൈക്ലിക് ആവുന്നത്, അങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ പറഞ്ഞിട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മാത്രമേ പുതുതായിട്ട് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു.